2007-2012 കാലയളവിൽ തൃശൂർ നിയമ കലാലയത്തിലെ KSUവിന്റെ ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട യൂണിറ്റ് പ്രസിഡന്റായിരുന്ന ആളാണ് ഞാൻ. എൻ്റെ പേര് ഇർഷാദ്. ഞാൻ പഠിക്കുന്ന സമയങ്ങളിൽ ലോ കോളേജിലെ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായ ശരത് TSനെയാണ് കഴിഞ്ഞ ദിവസം സർക്കാർ ഹൈക്കോടതിയുടെ സീനിയർ ഗവൺമെന്റ് ലീഡറായി നിയമിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ 10 വർഷക്കാലവും കോൺഗ്രസിന് ഭരണമില്ലാതിരുന്ന സമയത്ത് ഒരുപാട് എനിക്കറിയാവുന്ന അഭിഭാഷകരായ ഒരുപാട് ആളുകൾ നിരവധി സമരങ്ങളിൽ ബന്ധപ്പെട്ടും പരിപാടിയിൽ പങ്കെടുത്തും പോലീസിന്റെ മർദ്ദനമേറ്റവരും കേസുകളിൽപ്പെട്ട് ജയിലിൽ പോയവരും അങ്ങനെ വേണ്ട നിരവധി സഹോദരന്മാർ, ജ്യേഷ്ഠ സഹോദരന്മാർ ഇന്ന് ഈ പാർട്ടിക്ക് അധികാരം കിട്ടിയ സമയത്ത് പുറത്തു നിൽക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ആളുകൾ ലോ കോളേജിലെ KSUവിന്റെ മുൻകാല KSU നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും ഗ്രൂപ്പുകളിൽ ഈ വാർത്ത അറിഞ്ഞ അന്നു മുതൽ ഇന്ന് വരെ ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ഇന്ന് ഞാനിപ്പോ മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിക്കും ഞാൻ ഇമെയിൽ വഴി പരാതി അയക്കുകയാണ്. കാരണം ഇത്രയും RSSകാരനു വേണ്ടി കോടതികളിൽ ഹാജരാവുന്ന ABVPയുടെ നേതാവായിരുന്ന ഒരാളെ ഇന്ന് കോൺഗ്രസിന്റെ സർക്കാർ നിലവിൽ വന്നപ്പോൾ ആ സർക്കാരിന്റെ തണലിൽ ഇന്ന് സീനിയർ ഗവൺമെന്റ് ലീഡറായി നിയമിച്ച് ഇരിക്കുന്ന ഈ ഓർഡർ വന്ന ഈ സമയത്ത് ഞങ്ങളെപ്പോലെ KSUവിന്റെ കൊടിയേന്തിയ, യൂത്ത് കോൺഗ്രസിന്റെ കൊടിയേന്തിയ, കോൺഗ്രസിന് വേണ്ടി മരണം വരെയും നിടനെഞ്ചിൽ കോൺഗ്രസ് എന്ന വികാരം ഉയർത്തിപ്പിടിക്കുന്ന ഒരുപാട് സഹോദരന്മാർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ ശബ്ദം ഉയർത്തുന്നത്. ഇവനെ പോലുള്ള കാപാലികന്മാരെ, ഇവരെ പോലുള്ള ഭരണം കിട്ടുമ്പോൾ ഞാൻ കോൺഗ്രസ് എന്നും ഇല്ലാത്തപ്പോ RSS എന്നും പറയുന്ന ഇവന്മാരെ പോലുള്ളവരെ ഈ ഭരണത്തിന്റെ കീഴിൽ, ഈ ഭരണത്തിന്റെ തണലിൽ ഇങ്ങനെയുള്ള ഉയർന്ന പോസ്റ്റുകളിൽ ഇരിക്കാൻ ഞങ്ങളെപ്പോലൊക്കെ മനസ്സിന്റെ ഉള്ളിൽ കോൺഗ്രസ് വികാരം കാത്തു സൂക്ഷിക്കുന്ന ഒരാൾക്കും സഹിക്കാൻ കഴിയുന്ന നടപടിയല്ല എന്ന് വിനയത്തിന്റെ ഭാഷയിൽ ഞാൻ പറയുകയാണ്.